ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പം ഗെയിമിംഗ് തമ്പുരാൻ്റെ മറ്റൊരു ഫ്രഷ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മൈൻക്രാഫ്റ്റ് അല്ല, മറിച്ച് ഗ്രാനിയാണ് കളിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് തന്നെ ആകുമ്പോൾ ഒരു രസമില്ല. നമുക്കിന്ന് ഇത് ഏത് മോഡ് വേണം, ഹാർഡ് മോഡിലിടാം. ക്വാളിറ്റി ഹൈ ഇരിക്കട്ടെ. എൻ്റെ മോനെ ഈ കളി തീക്കളിയാണ്. അപ്പം അധികം സമയം കളയാതെ നമ്മളിതാ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോവുകയാണ്. ഡേ 1 ആയിട്ടുണ്ട് ഗായ്സ്. ഇതാ നമ്മളങ്ങനെ എഴുന്നേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് തട്ടിയിടണം, എന്നിട്ട് കട്ടിലിൻ്റെ അടിയിൽ പോയിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും മെയിൻ പരിപാടി. ഓക്കെ ഗായ്സ്, തള്ളച്ചി ഇപ്പോഴെങ്ങാനും വരുമോ? ഗായ്സ്, തള്ളച്ചി വന്നിട്ട് ഇതാ ഫുള്ള് തപ്പലാണ്. മോളെ, ഞാൻ ഇവിടെ ഒന്നുമില്ല മോളെ, ഇങ്ങോട്ടൊന്നും വരരുതേ. തള്ളച്ചി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് ഗായ്സ്, നിങ്ങൾ തന്നെ പറ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം അവളവിടെ. ഇനി ഇത് ഇനി അങ്ങോട്ട് അവിടെ പോയി ട്രാപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗ്രാനി താഴോട്ട് എവിടെയോ പോയിട്ടുണ്ട്. നമുക്കിനി പയ്യെ താഴോട്ട് മേലെ പോയി നോക്കാം. ഗൈസ്, ഗ്രാനി എവിടെ? അതാ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വാ ചെല്ലം. പറ്റിച്ച് ഗൈസ്, അടപടൽ മൂഞ്ചി. അപ്പോൾ നമുക്കിതിൻ്റെ അടിയിലോട്ട് പോയി ഒളിക്കാം. എൻ്റെ പൊന്നോ ഓ എൻ്റെ മോനെ. ഗൈസ്, തള്ളച്ചിനെ നമുക്ക് കുറച്ച് സമയം ഇട്ട് ഇങ്ങനെ ഓടിക്കാം. നമുക്ക് കുറച്ച് സമയം ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് അവിടെ പോയി സൗണ്ട് ഉണ്ടാക്കാം. നേരെ മുമ്പോട്ട് തന്നെ പോവാം. ഇവിടെയൊന്നും ഇല്ലല്ലോ. അതാ വന്ന്. എൻ്റെ പൊന്ന് തള്ളേ, നിങ്ങൾക്കൊന്ന് പോയി തരരുതോ? ഓ ഗൈസ്, ഗ്രാനിയൊക്കെ പോയിട്ടുണ്ട്. ഇനി സീനില്ല. ഇവിടെ എങ്ങാനും ഉണ്ടാവുമോ അറിയില്ല. ഇവിടെയൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും റിസ്ക് എടുക്കണ്ട, നമുക്ക് താഴെ നിന്ന് നോക്കാം. ഗായ്സ്, ഞാൻ അവിടുത്തെ ആ ഗ്രില്ല് പോലത്തെ സംഭവം തട്ടിയിട്ടിട്ടുണ്ട്. തളച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ സ്പോട്ട് പോയിട്ട് ഒരു കോഡ് എടുക്കാനുണ്ട്. തളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പോയിട്ട് കോഡ് എടുക്കാം. എന്നിട്ട് കോഡ് എടുത്തിട്ട് ആ ഡോറിൽ കൊണ്ടുപോയി ഫിറ്റ് ആക്കണം. വേഗം എടുക്ക്. അവിടെയാണ് കോഡ്. ഓക്കെ, നമുക്കിത് താഴെ കൊണ്ട് ഫിറ്റാക്കണം. അല്ല, ഡോറിൻ്റെ അവിടെ കൊണ്ട് ഫിറ്റാക്കണം. ഇതിവിടെ ഇടാം. തള്ളി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ പോവാം. നമുക്ക് തള്ളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വിമാനമല്ലേ? ഇവരെന്താ വരാത്ത? ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഡോറിൻ്റെ അടുത്തോട്ട് പോവാം. എന്നിട്ട് ഇതൊന്ന് അഴിച്ചു മാറ്റാം. ഓക്കെ, നമുക്ക് ഒരാവശ്യവും കൂടി ഉണ്ട്. ഒന്നും കൂടി നമുക്ക് തളച്ചിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഒരു പരിപാടി ഉണ്ട്. അവിടെ സൗണ്ട് ഉണ്ടാക്കി വീണ്ടും തള്ളിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. എന്തിനാണെന്ന് വെച്ചാൽ തള്ളി ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ആ കാറിൻ്റെ അടുത്തോട്ട് പോകാൻ കഴിയും. ആ കാറിൻ്റെ അവിടെ വെപ്പൺ കീ ഉണ്ട്. ആ വെപ്പൺ കീ വെച്ചിട്ട് താഴത്തെ ഒരു റൂം തുറക്കാനുണ്ട്. അത് തുറന്നാൽ നമുക്ക് ഹാമർ കിട്ടും. ഇത് ഓക്കെ, ഞാൻ നേരെ ഇനി ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം. എൻ്റെ അകത്ത് ഓടിച്ചാടി വരും. ഇനി ഇങ്ങോട്ട് വരട്ടെ. പക്ഷേ ഇവിടുന്ന് വരുന്നുണ്ടോ? നമുക്ക് ഓടാം. ഗ്രാനി വരുന്നുണ്ട്. ഇനി ഞാൻ ഫുഡ് സ്റ്റെപ്പ് കേട്ട് നേരെ പോവാ. വെപ്പൺ കീ എടുക്കുക. വെപ്പൺ കീ എടുത്താൽ വലിയ സീനൊന്നുമില്ല. ഓക്കെ, ഇവിടെ ബമ്പർ വീഴ്ച. അതാകുമ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി ഗ്രാനി ഇങ്ങോട്ട് വന്നിട്ടാകുമ്പം നമുക്ക് അവിടെ പോയി വെപ്പൺ എടുക്കാം. അത് വളരെ തന്ത്രപരമായി നീങ്ങണം ഗൈസ്. ഗ്രാനി അതിലേക്കൂടെ പോകുന്നു. ഒച്ച കേൾക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് പോയിട്ട് വെപ്പൺ എടുക്കാം. ഓക്കെ, അവിടെ ബുക്കുണ്ട്. നമുക്ക് താഴെ പോവാം. എൻ്റെ പൊന്നോ. ഓക്കെ, ഷൂട്ട്. തള്ളച്ചിയുടെ അന്ധകടാസത്തിന് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് പകരം ഷോർട്ട് ഗൺ എടുത്താലോ? ഷോർട്ട് ഗൺ ആകുമ്പോൾ തള്ളച്ച് കുറച്ച് സമയം കൂടി നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവറിനെ വീഴ്ത്താം.
ഓക്കെ, ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറന്നാൽ നമുക്ക് പാഡിലോക്ക് കിട്ടും. എടുക്കടോ, തള്ളച്ച് വീണിട്ടുണ്ട്. മാറിക്ക് തള്ളേ അങ്ങോട്ട്. ഓക്കെ, ഷോർട്ട് ഗൺ വേണ്ട, പാഡിലോക്ക് തന്നെ മതി. തള്ളച്ച് സ്പോണായിട്ടുണ്ട്. തള്ളച്ച് സ്പോണായി. നമുക്ക് തള്ളേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. ഓക്കെ ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്. നമുക്ക് വേഗം പോവാ, ഓടിച്ചാട്ടി പോവാ. നമുക്കിത് ഈ കീ ഇവിടെ കൊണ്ട് ചാർത്തിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വെപ്പണും എടുക്കാം. തള്ളേനെ നമുക്ക് ഇവിടുന്ന് താഴെ നിന്ന് ഷൂട്ട് ചെയ്യാം. ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. എന്നിട്ട് നേരെ താഴത്തെ റൂമിലേക്ക് എനിക്കൊന്ന് പോകണം. ഗ്രാനി എന്താ വരാത്തത്? എൻ്റെ പൊന്ന് ഗ്രാനി ഒന്ന് വേഗം വാ. വരുന്നുണ്ട്. ഷൂട്ട്. ഓ, നെഞ്ചത്തുമുണ്ട് എൻ്റെ മോനെ. സ്കീ സീൻ. ഓ, ഇത് വേഗം എടുക്കടോ, വേഗം എടുക്ക്. ആ, ഈ ട്രാൻക്വലൈസർ എടുക്കൽ വല്ലാത്തൊരു പാട് പിടിച്ച പണിയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് നേരെ ആ താഴത്തെ റൂമിൽ പോയി ഹാമർ എടുത്ത് ഫ്രീസ് ട്രാപ്പ് സെറ്റ് ചെയ്യുക. തുറക്ക്. വേമ്പോ. ഓക്കെ, ഇവിടെ തന്നെ ഉന്നം പിടിച്ച് വെടി നോക്കി. അത് കൊണ്ടിട്ടുണ്ടോ അമ്മോ? ആ, തോണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രീസ് ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തേക്കാം. ഇവിടെ വെക്കാം. ആകുമ്പോൾ ഗ്രാനി അതിൻ്റെ മുകളിൽ കയറും. ഓക്കെ, നമുക്ക് ഗ്രാനിനെ ഇങ്ങോട്ട് വിളിച്ച് വെക്കാം. ഓക്കെ, ഗ്രാനി വരുമ്പോൾ അതോ ഗ്രാനി ഫ്രീസ് ആയിട്ടുണ്ട്. ഗ്രാനി ഈസ് നൗ ഗോൺ ഫോർ അബൌട്ട് 30 seconds. ഓ, 30 seconds ഉള്ളൂ. ഒന്ന് മാറ്. ഓ, തള്ളേനെ ഞാൻ എടുത്ത് ഫുട്ബോൾ കളിക്കുന്നു എൻ്റെ മോനെ. ഓക്കെ, നമുക്ക് ഹാമർ കൂടി ഇടാം. ഫ്രീസ് ട്രാപ്പ് എടുത്തിട്ട് വരാം. അതിപ്പോൾ ഇത് നമുക്ക് ഫ്രീസ് ട്രാപ്പ് എടുത്തിട്ട് വരാം. ഇപ്പം തന്നെ 30 seconds ഇല്ല, ആയിട്ടില്ല. നമുക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഗ്രാനി സ്പോണായിട്ടില്ല. അപ്പോൾ ആവും. നമുക്ക് ഈ സമയം കൊണ്ട് പോവായിരുന്നു. ഗ്രാനി ഇതായി സ്പോണ്ട്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഹാമർ എടുത്തിട്ട് പിടിച്ച് വെക്കാം. ഓക്കെ, ഗ്രാനി ഇതാവട്ടെ. ഇതായിട്ടുണ്ട്, ഫ്രീസ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ലോക്ക് അയക്കാം. തള്ളിച്ച് തവിട് പൊടിയായി. ഓക്കെ, ഇനി ചെയിൻ കട്ടർ എടുത്തിട്ട് നമുക്ക് ഈ ലോക്കിൻ്റെ അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കണം. ഇതിവിടെ കിടക്കട്ടെ, ഹാമറിന് വേണ്ട. ഓക്കെ, നമുക്ക് വേഗം മേലേക്ക് പോകാം. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല, കാരണം ഹാർഡ് മോഡാണ്. ഈ തള്ള എപ്പോഴാണ് പണി തരുമെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, സേഫ് സ്പോട്ട്. ഓക്കെ, ഇതിലൂടെ ഇടാം. ഈ തള്ളച്ച അങ്ങോട്ട് പോയിക്കോളും. അത് തള്ളച്ച അങ്ങോട്ട് വന്നിട്ടാകുമ്പോൾ എനിക്കൊരു ബുദ്ധിപരമായി നിൽക്കുന്നുണ്ട്. നമുക്ക് മേലെ പോയി ആ ബുക്ക് എടുത്തിട്ട് ആഞ്ചലീനൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ബുക്ക് ഫസ്റ്റ് വീണ്ടും ഇവിടെ ഫ്രീസ് ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫ്രീസ് ട്രാപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, ബുക്ക് എടുക്കണം. ഗ്രാനി നേർക്ക് എൻ്റെ ഓടി വരുമ്പോൾ അത് ഫ്രീസ് ആവും. ഓക്കെ, ഗ്രാനി നേരെ ഓടി വരുമ്പോൾ എൻ്റെ മേത്ത് അത് ഫ്രീസ് ആയിക്കോളും. ആ ട്രിക്ക് വർക്കായാൽ മതി. അതാ ഗ്രാനി വരുന്നുണ്ട്. ഫ്രീസായി. ഓക്കെ, വീണ്ടും 30 seconds ഒക്കെ ഗ്രാനി മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാറ്ററി കണ്ടുപിടിക്കണം. എൻ്റെ പൊന്നോ, ഞാനെന്ത് സ്ലോ ആയിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ ഈ പെട്ടി ഉണ്ടായിരുന്നു. ബുക്ക് എടുത്തിട്ട് നേരെ പോവാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ കുനിഞ്ഞ് എണീറ്റ് അപ്പാട് കുനിയാൽ കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട്. ഇതൊരു ഗ്ലിച്ചാണ്. മാറിക്ക് തവിട് പൊടിയാവും. അല്ല പിന്നെ റോസ്റ്റഡ്. വിളിച്ച് മാഞ്ഞു പോട്ടെ. ഇതിൽ ഒച്ചയാക്കാൻ ഒരു സാധനം ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. നമുക്ക് തൽക്കാലം ഈ പാർട്ട് ഓഫ് ഷോർട്ട് ഗൺ എടുക്കാം. സ്പോണായി. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററി എടുക്കണം. അതായത് ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബാറ്ററി എടുക്കാം.
അങ്ങോട്ട് വന്ന് നമുക്ക് പോയിട്ട് ബാറ്ററി എടുത്തിട്ട് വരാം. വേഗം ബാറ്ററി എടുത്തിട്ട് വരാം. വേഗം പോയിട്ട് ബാറ്ററി എടുക്കാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ബാറ്ററി ഇവിടെ പോ. ഓ ഗായ്സ്, ഗ്രാനി എന്തോ നിലത്തിട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇല്ല. ബാറ്ററി ഉണ്ട്. ഗ്രാനി ഇവിടെ കണ്ടാ തീർന്ന്. ഓക്കെ, ഇനി ഫ്രീസ് ആയിക്കോളൂ അവിടെ കിടന്നിട്ട്. അമ്പടെ പൊളിസോ, അങ്ങനെ നീ ഇതാവണ്ട, പോണ്ട. ഗൈസ്, ഗ്രാനി മേലെ ഫ്രീസ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ബാറ്ററി അവിടെ കുത്തിക്കയറ്റാം. എന്നിട്ട് കാറിൻ്റെ അകത്ത് അവിടെ പോയിട്ട് ഗ്ലിച്ച് അടിക്കുക. വേഗം 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 വേഗം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ഓക്കെ, നമുക്കിനി നേരെ നമ്മൾ സേഫ് സോണിൽ പോവാം. ഹാമർ എടുത്തേക്കാം. ഒച്ചയാക്കാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ഇവിടെ ഒച്ചയാക്കാം. ഐഷ്, ഹാമർ പറന്നു പോകുന്നു. ഞാൻ അവിടെ പോയി വീഴട്ടെ. ഗ്രാനി തവിട് പൊടിയായിടേ. ഗായ്സ്, എനിക്കൊരു ഇതുണ്ട്. ഈ ഗ്രാനി സ്പോൺ ആകുമ്പോഴേ നമുക്ക് ഒരു സൈന് വേണം. അത് സൈൻ ഇല്ലാണ്ട് ഇത് ഭയങ്കര പാടാണ്. എനിക്കൊരു മേലെ എഴുതി കാണിക്കല്ലോ അങ്ങനെ വേണമായിരുന്നു. ശരി, മോശം. പാർട്ട് ഓഫ് ഷോട്ട് ഗൺ എടുക്കുക. അത് കുറച്ചും കൂടി ദൂരേക്ക് പോകും. ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് പോവാം. ജസ്റ്റ് ഗ്രാനി വന്നു, നമുക്ക് പോവാം. നേരെ പോയിട്ട് എവിടെയെങ്കിലും മുകളിൽ നിന്ന് പോയിട്ട് ചാടാം. അപ്പം നമുക്ക് ചുമരിൻ്റെ ഉള്ളിലേക്കൂടെ എല്ലാം നടക്കാൻ കഴിയും. അയ്യോ, ഒന്ന് പോടേ. ഓക്കെ, ഇനി ഗ്രാനി ഇങ്ങോട്ട് വാ. ഗ്രാനി ഫ്രീസ് ആവുന്നേം കാത്തിട്ട്. ഗ്രാനി ഫ്രീസ് ആയിട്ടാകുമ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി തുള്ളാം. ഫ്രീസായി പോവാം. നമുക്ക് പോയി തുള്ളി എൻ്റെ ചുമരിൻ്റെ ഉള്ളിലേക്കൂടെ എല്ലാം നടക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്ലിച്ച് അടിക്കും ഗൈസ്. ഒരു സാധനം എടുത്ത് കൈ പിടിക്കാം. നമുക്ക് ഇതിലേക്കൂടെ ഗ്രാനി നടന്നു വരുന്ന കാണാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒച്ച ഉണ്ടാക്കാം. ഗ്രാനി നടന്നു വരുന്ന കാണാം നമുക്ക്. ഓ ഗൈസ്, തള്ളച്ചി വരുന്നില്ലല്ലോ ഗൈസ്. അത് ഓടിപ്പാഞ്ഞ് വരുന്നുണ്ടോ എൻ്റെ മോനെ? ഇതാരാണ് ഈ വരുന്നത്? നേരെ പോയിട്ട് നമ്മുടെ വെപ്പൺ എടുക്കാം, മറ്റേ വെപ്പൺ. അത് ഞാൻ ഇവിടെ കൊണ്ടിട്ട് അല്ല ഗൈസ്. ഞാൻ മറന്നു എടേ. അത് ഞാൻ താഴെ ഇട്ടായിരുന്നു ആ വെപ്പൺ. പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഗ്രാനി പോയിട്ടുണ്ട്. ഇങ്ങോട്ടെത്തട്ടെ, അപ്പം നമുക്ക് താഴേക്ക് പോവാം. ഗൈസ്, ഗ്രാനി വിമാനം പോകുന്ന പോലെ പോകുന്നുണ്ട്. നമുക്ക് നേരെ പോവാം. താഴെ പോയിട്ട് വെപ്പൺ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടാം. ഓക്കെ, താഴെ എത്ത്. ഇപ്പത്തും ശ്രമിച്ചാൽ വിജയം നമുക്ക്. ഓക്കെ, നമ്മൾ വെപ്പൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഗ്രാനി ഇങ്ങോട്ട് വാ. ഓക്കെ, ഗ്രാനി വരുന്ന നോക്കിയിരിക്കാം. ഗ്രാനി വാ. ഗൈസ്, ഇപ്പം ഇങ്ങോട്ട് വരും. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവറല്ലേ, ഫയറാ എൻ്റെ പൊന്നെ. നമുക്ക് നേരെ പോയിട്ട് സ്പൈഡർ കീ എടുക്കാം. ഇവിടെ ഇതും 30 സെക്കൻഡാ. ഗൈസ്, ഞാനൊരു കാര്യം മറന്നു. ആടെ ഒരു ഗ്രീന് മാത്രമേ ആയിട്ടുള്ളൂ. 2 എണ്ണം ആവാനുണ്ട്. അത് ഞാൻ മറന്നുപോയി. ഇനി അതിൻ്റെ പുറകെ നടക്കണം. ഗ്രാനി ആണെങ്കിൽ സ്പോൺ ആയിട്ടുമില്ല. അത് തന്നെ മഹാഭാഗ്യം. ഞാനിന്ന് ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഗ്രാനി സ്പോണായ ചെയിൻ കട്ടർ ഇവിടെ ചെയിൻ കട്ടർ ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല ഇവിടെയുണ്ട്. ഓക്കെ, ഗ്രാനി സ്പോണായിട്ട് ഉണ്ടാവേണ്ടതാണ് ഈ സമയം കൊണ്ട്. ഉണ്ട്, സ്പോണായി. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, നമുക്കിത് മുറിച്ചിട്ടിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നേരെ ചാടാം. താഴേക്ക് ചാടാം. ഗ്രാനി പോകുന്നുണ്ട്. ഗ്രാനി ഒച്ചയൊന്നും കേട്ടിട്ടില്ല. ഇനി ഒച്ച കേട്ടു. പോകുന്നുണ്ട്. നമുക്ക് അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇവിടെ എത്തുമ്പോൾ നമുക്ക്
അത് പോവാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് മുങ്ങാം. സ്ക്രൂ ഡ്രൈവർ എടുക്ക്, ഒച്ചയാക്കുക. നേരെ സിവറിലേക്ക് പോവുക. ഇനി നമുക്ക് നേരെ സ്പൈഡർ മച്ചീൻ്റെ സിവറിലേക്ക് പോവാം. ഇനി അവിടെ പോയിട്ട് ഏതാനും ചില കളികളൊക്കെ ഉണ്ട് ബാക്കി. ഗൈസ്, ഇനിയാണ് കളികൾ, ശരിക്കുമുള്ള കളികൾ. ഗ്രാനിനൊക്കെ തലയില്ല, അവിടെ ഇരുന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് തുറന്നാലും മാസ്റ്റർ കീ കിട്ടും. ഇത് കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. എൻ്റെ അമ്മോ, ഇത് ഉന്നം പിടിക്കൽ ഒടുക്കത്തെ പണിയാണ്. സ്പൈഡർ മച്ചി സ്പൈഡർ മച്ചി എങ്ങോട്ടാന്ന് വരുന്നത് നോക്കാം. ഇങ്ങോട്ടാ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഓടാം. സ്പൈഡർ മച്ചി എങ്ങോട്ടാ വരിക? എൻ്റെ അമ്മ ഗൈസ്, ഞാൻ ഇങ്ങോട്ടങ്ങ് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അമ്മച്ചിക്ക് പണി കൊടുക്കണം. നമ്മളങ്ങനെ എസ്കേപ്പ് ആവാനായി ഗൈസ്. ഓക്കെ, ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. അമ്മച്ചി അവിടെ നിന്ന് വാതിലും തുറന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ലാസ്റ്റായിട്ട് അമ്മച്ചീനെയൊക്കെ കണ്ടൊന്ന് കാലൊക്കെ തൊട്ട് ആശീർവാദമൊക്കെ വാങ്ങിയിട്ട് പോവാം. ആശീർവാദം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ തല ആശീർവാദമാക്കും. ഓക്കെ, ഗ്രാനീൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. അവസാനമായി ഒരു നോക്ക് കണ്ടിട്ട് പോവാം. ഗ്രാനി വന്നിട്ടുണ്ട്, നമുക്ക് നേരെ പോയി വാതിൽ തുറക്കാം. ഓക്കെ, ഹാർഡ് മോഡിൽ നമ്മളങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പൊന്നെ, ആ സിവറിൽ ഞാൻ കുറേ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? എടാ മോനെ, നീ എവിടെയാടാ? അമ്മച്ചി ഇവിടെ ഒറ്റക്കാടാ. അത് സാരമില്ല, ഞാൻ പിന്നെ. അപ്പോൾ ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.